ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബീന മത്തായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു ബേക്ക്ഡ് ചിക്കൻ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 5 ലെഗ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയെല്ലാം നന്നായി പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു മാരിനേഷൻ ഉണ്ടാക്കാം. അതിനായി ഒരു ബ്ലെൻഡറിലേക്ക് ഈ ചിപ്പോട്ലെ പെപ്പർ ഇൻ അഡോബോ സോസ് എന്ന മുളക് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് 7 ounce ഒരു ക്യാനാണ്. ഈ ക്യാൻ മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗനോ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. പക്ഷെ ഇത്രയും മാരിനേഷൻ നമുക്ക് ഈ 5 ചിക്കന് വേണ്ടി വരികയില്ല. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വേറെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മാരിനേഷനായിട്ട് ഉപയോഗിക്കാം. ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ആ സ്ലിറ്റ് ഇട്ടിടത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. 2 സൈഡും നന്നായി പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ 1 മണിക്കൂർ ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓവൻ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒക്കെ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുക്ക് ചെയ്യാം. ആദ്യം ഒരു സൈഡ് 20 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം ചിക്കൻ പുറത്തെടുത്ത് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. രണ്ട് സൈഡും കുക്കായതിന് ശേഷം ബ്രോയിൽ സെറ്റിങ്ങിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഈ നല്ല സൂപ്പർ ടേസ്റ്റിയായ ബേക്ക്ഡ് ചിക്കൻ, നല്ല മൊരിഞ്ഞ ചിക്കൻ നമുക്ക് പൊറോട്ട, നാന് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ നാനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വളരെ രുചികരമായ ചിക്കൻ റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. ഇനി നമ്മളൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.